ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നായിരുന്നു എൻ്റെ ലൈഫിലെ 18ാമത്തെ ഓണം. ബട്ട് പ്രോബബ്ലി ദ മോസ്റ്റ് ഡിഫറെൻറ്റ് ഓണം ഐ എവർ ഹാഡ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, അംഗൻവാടി മുതൽ +2 വരെ ഓണം എന്ന് പറഞ്ഞാൽ 10 ദിവസം അവധിയാണ് നമുക്കൊക്കെ. പക്ഷെ ഈ വർഷം എൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയായിരുന്നില്ല. ഇവിടെ 10 ദിവസം പോയിട്ട് തിരുവോണത്തിന്റെ ദിവസം പോലും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു അക്സെപ്റ്റ്. രാവിലെ ആസ് യൂഷ്വൽ നമുക്ക് KS ഹെഗ്ഡെ ഹോസ്പിറ്റലിലായിരുന്നു ക്ലാസ്. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കോളേജിലേക്ക് പോയ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കുറെ ചേച്ചിമാർ പൂക്കളൊക്കെ ഇടുന്ന കണ്ടു. കോളേജിൽ നമുക്ക് ഏകദേശം 1 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടിപ്പിൽ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഓണസദ്യ പ്രോപ്പർലി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വെജ് മീൽ എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റി. പിന്നെ പായസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു ആശ്വാസം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മൾ നമ്മുടെ KS ഹെഗ്ഡെ ഹോസ്പിറ്റലിലേക്ക് വന്നു, വെയർ വി ഹാവ് അവർ ക്ലാസ്സസ്. അങ്ങനെ ഈ വർഷത്തെ ഓണം കെയിം ടു അൻ എൻഡ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് നോട്ട് ദ ഓണം ഐ വാസ് യൂസ്ഡ് ടു. ബട്ട് ഐ ഗെസ് ദാറ്റ്സ് ലൈഫ്. എവറി ഓണം ബിക്കംസ് എ മെമ്മറി. അതേപോലെ ഇതും. ഈ വർഷത്തെ ഓണത്തിന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ സ്നേഹത്തിൻ്റെയും ഒത്തുകൂടലിൻ്റെയും പൂക്കളത്തിൻ്റെയും സദ്യയുടെയും ഒക്കെ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നത് വൺസ് നമുക്ക് അതൊന്നും ഇല്ലാണ്ടായി കഴിയുമ്പോഴായിരിക്കും. ഇതായിരുന്നു ഈ വർഷത്തെ പൂക്കളം. പിന്നെ കഴിഞ്ഞ വർഷത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ മെമ്മറീസ്. കഴിഞ്ഞ വർഷം വീട്ടിലുണ്ടായിരുന്ന ഓണം ഒക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു ഈ പ്രാവശ്യം. അടുത്ത വർഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഈ പ്രാവശ്യത്തെ ഓണം ഒരു ഡിഫറെൻറ്റ് മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ഗൈസ്.